നമസ്കാരം സുഹൃത്തുക്കളെ, ഒരിക്കൽ ചിന്തിച്ചു നോക്കൂ. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടിട്ടും മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്വന്തം കണ്ണുനീർ തുടയ്ക്കാൻ ആരുമില്ലെങ്കിലും മറ്റൊരാളുടെ കണ്ണുനീർ കാണുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്ന ഒരാളെ. സ്വന്തം ജീവിതത്തിൽ എത്രയോ വാതിലുകൾ അടഞ്ഞിട്ടും മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു വാതിൽ തുറക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളെ. അത്തരമൊരാളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വാക്കിന് എന്തെങ്കിലും പ്രത്യേക ശക്തിയുണ്ടാകുമോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കട്ടെ. ഈ വീഡിയോയിലെ ചിന്തകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ പ്രതികരണവും ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. പക്ഷെ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് ഒരു വിധവയായ സ്ത്രീയെ ദുർബലയായോ കരുണയ്ക്കു മാത്രം അർഹയായ ഒരാളായോ കാണുന്ന കഥയല്ല. മറിച്ച് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോയിട്ടും ഉള്ളിലെ കരുണയും വിശ്വാസവും നഷ്ടപ്പെടുത്താത്ത ഒരു മനുഷ്യാത്മാവിനെ എങ്ങനെ ആദരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ആത്മീയ ചിന്തയാണ്. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും വിധവയായ സ്ത്രീയെ കാണുമ്പോൾ ആളുകളുടെ കണ്ണിൽ ആദ്യം വരുന്നത് അവളുടെ നഷ്ടമാണ്. പക്ഷേ അവളുടെ ശക്തി ആരാണ് കാണുന്നത്? അവൾ രാത്രിയിൽ ഒറ്റയ്ക്ക് കരഞ്ഞ രാത്രികൾ ആരാണ് അറിയുന്നത്? മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ ഭാവിയെക്കുറിച്ച് ഭയന്ന് അവൾ ഉണർന്നിരുന്ന നിമിഷങ്ങൾ ആരാണ് കണ്ടത്? ഒരു കുടുംബത്തെ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾ സ്വന്തം ആഗ്രഹങ്ങൾ എത്ര തവണ ഉപേക്ഷിച്ചുവെന്ന് ആരാണ് കണക്കാക്കിയത്? അവൾക്ക് താങ്ങായി നിന്നിരുന്ന ഒരാൾ നഷ്ടപ്പെട്ട ശേഷം തകർന്ന മനസ്സുമായി വീണ്ടും എഴുന്നേറ്റ് ജീവിതത്തെ നേരിടേണ്ടി വന്നത് ആരാണ് മനസ്സിലാക്കിയത്? പുറത്തുനിന്ന് നോക്കുമ്പോൾ അവൾ ഒരു സാധാരണ സ്ത്രീയായിരിക്കാം. പക്ഷേ അവളുടെ ഉള്ളിൽ നടന്ന യുദ്ധം നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടുതന്നെ ഇന്ന് പറയാൻ പോകുന്ന സന്ദേശത്തിന്റെ യഥാർത്ഥ അർത്ഥം പണവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. സമ്പത്ത് എന്നത് ബാങ്ക് അക്കൗണ്ടിലെ പണം മാത്രമല്ല. മനസ്സിന്റെ സമാധാനവും സമ്പത്താണ്. ആരോഗ്യവും സമ്പത്താണ്. നല്ല ബന്ധങ്ങളും സമ്പത്താണ്. തീരുമാനങ്ങളെടുക്കാനുള്ള ധൈര്യവും സമ്പത്താണ്. പ്രതിസന്ധികളിൽ തകർന്നു പോകാതെ നിൽക്കാനുള്ള ശക്തിയും സമ്പത്താണ്. മറ്റൊരാളുടെ ഹൃദയത്തിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും അനുഗ്രഹവും ഒരു വലിയ സമ്പത്താണ്. ഇതാണ് ഇന്ന് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടത്. പല ആത്മീയ പാരമ്പര്യങ്ങളിലും ജീവിതത്തിലെ കഠിനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ആത്മീയ മൂല്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. പരമഹംസ യോഗാനന്ദന്റെ ആത്മീയ ചിന്തകളിൽ കാണുന്ന കരുണ, ആത്മശുദ്ധി, ദൈവസ്മരണം എന്നീ ആശയങ്ങളുമായി ഈ സന്ദേശത്തെ ബന്ധപ്പെടുത്തി നോക്കാം. ഒരു മനുഷ്യൻ വലിയ ദുഃഖത്തിലൂടെ കടന്നുപോകുമ്പോൾ രണ്ടു കാര്യങ്ങളിലൊന്നാണ് സാധാരണ സംഭവിക്കുന്നത്. അവൻ കൂടുതൽ കഠിനനാകാം, അല്ലെങ്കിൽ കൂടുതൽ കരുണയുള്ളവനാകാം. ചിലർ വേദനയിൽ നിന്ന് വിദ്വേഷം പഠിക്കുന്നു. മറ്റു ചിലർ വേദനയിൽ നിന്ന് സ്നേഹം പഠിക്കുന്നു. ചിലർ നഷ്ടത്തിൽ നിന്ന് ഭയം നേടുന്നു. മറ്റു ചിലർ നഷ്ടത്തിൽ നിന്ന് ജീവിതത്തിന്റെ യഥാർത്ഥ വില മനസ്സിലാക്കുന്നു. ഇവിടെയാണ് ഒരു വിധവയായ സ്ത്രീയുടെ ജീവിതത്തെ മറ്റൊരു കണ്ണിലൂടെ കാണേണ്ടത്. അവളുടെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടം അവളുടെ വ്യക്തിത്വത്തിന്റെ മുഴുവൻ കഥയല്ല. അവൾ നഷ്ടപ്പെട്ട ഒരാളുടെ ഭാര്യ മാത്രമല്ല. അവൾ സ്വന്തം സ്വപ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അവൾക്ക് ഓർമ്മകളുണ്ട്. അവൾക്ക് വേദനകളുണ്ട്. അവൾക്ക് പ്രതീക്ഷകളുണ്ട്. അവൾക്ക് അനുഭവത്തിൽ നിന്ന് ലഭിച്ച ജ്ഞാനമുണ്ട്. ഏറ്റവും പ്രധാനമായി അവൾക്ക് ജീവിതത്തെ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായി കാണാനുള്ള ഒരു ആഴമുണ്ട്. ഒരിക്കൽ നിങ്ങൾ ഒരു വയോധികയായ വിധവയുടെ കണ്ണുകളിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു വിചിത്രമായ ശാന്തത കാണാം. അത് സന്തോഷത്തിന്റെ ശാന്തതയല്ല, എല്ലാം കണ്ടുകഴിഞ്ഞ ഒരാളുടെ ശാന്തതയാണ്. ജീവിതം എത്ര പെട്ടെന്ന് മാറിപ്പോകാമെന്ന് മനസ്സിലാക്കിയ ഒരാളുടെ ശാന്തത. ഇന്നുള്ളത് നാളെ ഇല്ലാതാകാമെന്ന് തിരിച്ചറിഞ്ഞ ഒരാളുടെ ശാന്തത. ബന്ധങ്ങൾ എത്ര വിലപ്പെട്ടതാണെന്ന് നഷ്ടത്തിലൂടെ പഠിച്ച ഒരാളുടെ ശാന്തത. അത്തരമൊരു വ്യക്തി നിങ്ങളോടൊരു വാക്ക് പറയുമ്പോൾ ആ വാക്കിന്റെ വില നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ആ ഒരു കാര്യം വളരെ ലളിതമായത്. നിങ്ങളൊരിക്കൽ അത്തരമൊരു സ്ത്രീയെ കണ്ടുമുട്ടുമ്പോൾ അവളോട് വലിയ കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട. അവളുടെ പഴയ ജീവിതത്തെക്കുറിച്ച് ചോദിച്ച് അവളുടെ മുറിവുകൾ തുറക്കേണ്ട. അവൾ എങ്ങനെ ജീവിക്കുന്നു എന്നന്വേഷിച്ച് അവളെ അസ്വസ്ഥയാക്കേണ്ട. അവൾക്ക് എന്താണ് നഷ്ടപ്പെട്ടത് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട. പകരം ആദരവോടെ അവളുടെ മുന്നിലിരുന്ന് ഒരു വാക്കു പറയുക: അമ്മേ, എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം വേണം. അത്രമാത്രം. ഈ വാക്കുകൾക്ക് പിന്നിലെ വികാരമാണ് പ്രധാനപ്പെട്ടത്. കാരണം സാധാരണയായി നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും നേടാനാണ് സമീപിക്കുന്നത്. പണം വേണം, സഹായം വേണം, ബന്ധം വേണം, ശുപാർശ വേണം, അവസരം വേണം.
പക്ഷേ ഒരാളുടെ മുന്നിലൊന്നും ആവശ്യപ്പെടാതെ അവരുടെ അനുഗ്രഹം മാത്രം ചോദിക്കുമ്പോൾ നമ്മുടെ മനോഭാവത്തിൽ തന്നെ ഒരു മാറ്റം സംഭവിക്കുന്നു. അത് വിനയമാണ്, അത് നന്ദിയാണ്, അത് മറ്റൊരാളുടെ ജീവിതാനുഭവത്തെ ആദരിക്കുന്ന മനസ്സാണ്. അതുകൊണ്ടുതന്നെ ഈ ചെറിയ വാക്ക് നിങ്ങളിലും ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചേക്കാം. ഇനി ഒരു കഥ ചിന്തിക്കാം. ഒരു ഗ്രാമത്തിൽ പ്രായമായ ഒരു സ്ത്രീ താമസിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അവൾ ഭർത്താവിനെ നഷ്ടപ്പെട്ടിരുന്നു. അവൾക്ക് വലിയ സമ്പത്തൊന്നുമില്ലായിരുന്നു. ഒരു ചെറിയ വീട്, കുറച്ച് ചെടികൾ, രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന ചെറിയ ജോലികൾ, അത്രയായിരുന്നു അവളുടെ ജീവിതം. പക്ഷേ ഗ്രാമത്തിലെ പലർക്കും ഒരു കാര്യം അറിയാമായിരുന്നു. ആരെങ്കിലും വലിയ പ്രശ്നത്തിൽപ്പെട്ടാൽ അവളുടെ അടുത്തേക്ക് പോകും. അവൾ വലിയ ഉപദേശങ്ങളൊന്നും നൽകില്ല. നീ ഇത് ചെയ്യണം, അത് ചെയ്യണം എന്നൊന്നും പറയില്ല. ചിലപ്പോൾ അവൾ കുറച്ചു നേരം കേൾക്കും, പിന്നെ ഒരു വാക്ക് മാത്രം പറയും: എല്ലാം ശരിയാകും, ധൈര്യമായിരിക്കണം. അത് കേട്ട് ആളുകൾ തിരികെ പോകും. പ്രശ്നം ഉടൻ മാറിയിരുന്നില്ല, പണം ഉടൻ ലഭിച്ചിരുന്നില്ല, രോഗം ഉടൻ സുഖപ്പെട്ടിരുന്നില്ല. എന്നിട്ടും അവർക്ക് മനസ്സിൽ ഒരു ഭാരം കുറഞ്ഞതായി തോന്നും. എന്തുകൊണ്ട്? കാരണം ചിലപ്പോൾ മനുഷ്യന് പരിഹാരം വേണ്ടതിനു മുമ്പ് ആശ്വാസമാണ് ആവശ്യം. ഒരു കൈത്താങ് വേണം. നീ ഒറ്റയ്ക്കല്ല എന്ന് പറയുന്ന ഒരു ഹൃദയം വേണം. അതാണ് യഥാർത്ഥ അനുഗ്രഹത്തിന്റെ തുടക്കം. നമ്മൾ പലപ്പോഴും അനുഗ്രഹത്തെ ഒരു അത്ഭുതമായി മാത്രം കാണുന്നു. ഒരു ദിവസം പെട്ടെന്ന് പണം വരും, ഒരു ദിവസം ഭാഗ്യം മാറും, ഒരു ദിവസം അടഞ്ഞ വാതിൽ തുറക്കും, ഇങ്ങനെ. പക്ഷേ ജീവിതത്തിലെ പല അനുഗ്രഹങ്ങളും വളരെ നിശബ്ദമായാണ് എത്തുന്നത്. ഒരു നല്ല തീരുമാനമെടുക്കാനുള്ള ബുദ്ധിയായി, തെറ്റായ ബന്ധത്തിൽ നിന്ന് പുറത്തുവരാനുള്ള ധൈര്യമായി, ഒരു പുതിയ ജോലി സ്വീകരിക്കാനുള്ള ആത്മവിശ്വാസമായി, വർഷങ്ങളായി മാറ്റിവെച്ച ഒരു സ്വപ്നം വീണ്ടും ആരംഭിക്കാനുള്ള പ്രചോദനമായി, മനസ്സിൽ സമാധാനം ലഭിക്കുന്ന ഒരു രാത്രിയായി. അതുകൊണ്ട് ഒരു വിധവയായ സ്ത്രീയുടെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ അതിനെ ഒരു അത്ഭുതകരമായ പണവരവായി മാത്രം കാണുന്നത് ഈ സന്ദേശത്തിന്റെ ആഴം നഷ്ടപ്പെടുത്തുന്നതാണ്. അവളുടെ അനുഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ മാറ്റം സൃഷ്ടിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലായി മാറാം. നീ ജീവിതത്തെ വിലമതിക്കണം. നീ നിന്റെ സമയം പാഴാക്കരുത്. നിനക്കുള്ള ആളുകളെ സ്നേഹിക്കണം. പ്രതിസന്ധിയിൽ തകരരുത്. മറ്റൊരാളുടെ വേദന മനസ്സിലാക്കണം. ഈ തിരിച്ചറിവുകളാണ് പലപ്പോഴും യഥാർത്ഥ സമൃദ്ധിയുടെ തുടക്കം. നിങ്ങൾക്ക് പണമുണ്ടെങ്കിലും മനസ്സിൽ സമാധാനം ഇല്ലെങ്കിൽ എന്ത് പ്രയോജനം? നിങ്ങൾക്ക് വലിയ വീടുണ്ടെങ്കിലും അതിൽ സ്നേഹമില്ലെങ്കിൽ എന്ത് പ്രയോജനം? നിങ്ങളുടെ കയ്യിൽ ധാരാളം വസ്തുക്കളുണ്ടെങ്കിലും അവ പങ്കിടാനുള്ള മനസ്സില്ലെങ്കിൽ എന്ത് പ്രയോജനം? അതുകൊണ്ടാണ് ആത്മീയ ജീവിതം സമ്പത്തിനെ മറ്റൊരു രീതിയിൽ കാണുന്നത്. സമ്പത്ത് ആദ്യം മനസ്സിൽ ജനിക്കുന്നു. നന്ദിയുള്ള മനസ്സിൽ, കരുണയുള്ള മനസ്സിൽ, അച്ചടക്കമുള്ള മനസ്സിൽ, മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന മനസ്സിൽ. അവിടെ നിന്നാണ് ജീവിതത്തിലെ പല നല്ല കാര്യങ്ങളും വളരുന്നത്. ഇനി നിങ്ങൾ ഒരു വിധവയായ സ്ത്രീയെ കാണുമ്പോൾ അവളെ ദുർഭാഗ്യത്തിന്റെ പ്രതീകമായി കാണരുത്. അവൾ അശുഭമല്ല, അവൾ ഒരു മനുഷ്യയാണ്. അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു നഷ്ടം അവളുടെ മൂല്യം കുറയ്ക്കുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ കാലങ്ങളായി നിലനിന്ന ചില അന്ധവിശ്വാസങ്ങൾ പല സ്ത്രീകളെയും അനാവശ്യമായി വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചുവെന്ന കാരണത്താൽ അവളെ അശുഭമായി കാണുന്നത് മനുഷ്യത്തോടുള്ള അനീതിയാണ്. അതിനാൽ ഈ സന്ദേശത്തിന്റെ യഥാർത്ഥ ആത്മീയത അവളെ ഭയപ്പെടുന്നതിലല്ല, അവളെ ആദരിക്കുന്നതിലാണ്. അവളിൽ നിന്ന് അനുഗ്രഹം ചോദിക്കുന്നതിന്റെ അർത്ഥം അവളെ ഒരു അത്ഭുതശക്തിയുള്ള വ്യക്തിയായി ആരാധിക്കുക എന്നതല്ല, അവളുടെ ജീവിതം കടന്നുപോയ വേദനയെ ആദരിക്കുക എന്നതാണ്. അവളുടെ അനുഭവത്തെ ബഹുമാനിക്കുക എന്നതാണ്. അവൾ ഇന്നും മുന്നോട്ടു പോകുന്ന ധൈര്യത്തെ അംഗീകരിക്കുക എന്നതാണ്. ഇവിടെയാണ് പരമഹംസ യോഗാനന്ദന്റെ ആത്മീയ ചിന്തകളെ നമുക്ക് ഓർക്കാൻ കഴിയുന്നത്. മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം ശരീരത്തിലും സാമൂഹിക സ്ഥാനത്തിലുമല്ല, ഉള്ളിലെ ആത്മബോധത്തിലാണ് എന്ന ആശയം അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അതിനാൽ ഒരു മനുഷ്യനെ അവന്റെ പുറംസ്ഥിതിയിലൂടെ മാത്രം വിലയിരുത്താതെ അവന്റെ ഉള്ളിലെ ആത്മാവിനെ കാണാൻ പഠിക്കുകയാണ് ആത്മീയ വളർച്ചയുടെ ഒരു പ്രധാന ഭാഗം. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഭർത്താവിന്റെ മരണം സംഭവിച്ചുവെന്ന് മാത്രം പറഞ്ഞാൽ അവളുടെ ജീവിതം അവസാനിക്കുന്നില്ല. അവിടെ നിന്ന് മറ്റൊരു ജീവിതം ആരംഭിക്കുന്നു. ചിലപ്പോൾ അതാണ് ഏറ്റവും കഠിനമായ ജീവിതം. രാവിലെ എഴുന്നേറ്റ് പഴയ ഓർമ്മകളെ നേരിടണം. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. സമൂഹത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. സാമ്പത്തിക പ്രശ്നങ്ങളെ നേരിടണം. ഒറ്റപ്പെടലിനെ സഹിക്കണം. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ടും അവൾ മറ്റൊരാളോട് നിനക്ക് നന്നാകട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ വാക്കിന്റെ പിന്നിൽ എത്ര വലിയ ഹൃദയമാണുള്ളതെന്ന് ചിന്തിച്ചു നോക്കൂ.
അതുകൊണ്ടാണ് അടുത്ത തവണ അത്തരമൊരു സ്ത്രീയെ കണ്ടാൽ ഒരു പരീക്ഷണം നടത്താൻ ഞാൻ നിങ്ങളോട് പറയുന്നത്. അവളുടെ അടുത്തേക്ക് പോകുക. അവളെ ബഹുമാനത്തോടെ അഭിവാദ്യം ചെയ്യുക. അവൾക്ക് കഴിയുമെങ്കിൽ അവളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സഹായിക്കുക. അവൾക്ക് ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ ഭക്ഷണം നൽകുക. അവൾക്ക് മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ സാധ്യമായ സഹായം ചെയ്യുക. അവൾക്ക് സംസാരിക്കാൻ ആരെങ്കിലും വേണമെങ്കിൽ കുറച്ചുനേരം കേൾക്കുക. പക്ഷേ അതിനൊന്നും പകരമൊന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ അവസരം ലഭിക്കുമ്പോൾ പറയുക, അമ്മേ, എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം വേണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപക്ഷെ അവൾ നിങ്ങളുടെ തലയിൽ കൈവയ്ക്കും. ഒരുപക്ഷെ അവൾ ഒന്നും പറയില്ല. ഒരുപക്ഷെ കണ്ണുകളിൽ കണ്ണുനീർ വരും. ഒരുപക്ഷെ അവൾ വെറും പുഞ്ചിരിക്കും. എന്ത് സംഭവിച്ചാലും ആ നിമിഷത്തിൽ നിങ്ങളിൽ എന്തോ മാറിയിരിക്കും. കാരണം ആ നിമിഷം നിങ്ങളൊരാളെ സഹായിക്കുന്ന ഒരാളിൽ നിന്ന് മറ്റൊരു മനുഷ്യന്റെ ജീവിതത്തെ ആദരിക്കുന്ന ഒരാളായി മാറുകയാണ്. ഇതാണ് ഈ സന്ദേശത്തിന്റെ ഹൃദയം. ഇനിയൊരു പ്രധാന കാര്യം കൂടി. ഇങ്ങനെ ചെയ്താൽ എനിക്ക് തീർച്ചയായും പണം കിട്ടും എന്ന കണക്കുകൂട്ടലോടെ ഇത് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അനുഗ്രഹത്തിന്റെ ആത്മാവ് തന്നെ നഷ്ടപ്പെടും. ഒരു മനുഷ്യനെ ഉപയോഗിച്ച് സമ്പത്ത് നേടാനുള്ള തന്ത്രമാക്കി ഈ സന്ദേശത്തെ മാറ്റരുത്. ഒരു വിധവയായ സ്ത്രീയെ സമീപിക്കുമ്പോൾ അവളുടെ ദുഃഖത്തെ ചൂഷണം ചെയ്യരുത്. അവളെ വഞ്ചിക്കരുത്. അവളിൽ നിന്ന് പണം വാങ്ങാൻ ശ്രമിക്കരുത്. അവളുടെ വിശ്വാസം ദുരുപയോഗം ചെയ്യരുത്. അവളുടെ ഏകാന്തതയെ മുതലെടുക്കരുത്. പകരം അവൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലയേറിയ കാര്യം നൽകുക. ബഹുമാനം, സ്നേഹം, മനുഷ്യത്വം, ആത്മാർത്ഥമായ സഹായം. ഇവയാണ് യഥാർത്ഥ പൂജ. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി ദൈവത്തിന് മുന്നിൽ കൈകൂപ്പുന്നു. പക്ഷേ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നമ്മോടൊപ്പം താമസിക്കുന്ന വയോധികയായ സ്ത്രീയെ അവഗണിക്കുന്നു. നമ്മൾ വലിയ സംഭാവനകൾ നൽകുന്നു. പക്ഷേ അടുത്ത വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരാൾക്ക് ഒരു ഫോൺ വിളിക്കാൻ പോലും സമയം കണ്ടെത്തുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ നമ്മെ വേദനിപ്പിച്ച ഒരാളെ ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഇതാണ് ആത്മീയതയുടെ വിരോധാഭാസം. ദൈവത്തെ പുറത്തു തിരയുമ്പോൾ മനുഷ്യനെ മറന്നുപോകുന്നു. പക്ഷേ യഥാർത്ഥ ആത്മീയത നമ്മളെ വീണ്ടും മനുഷ്യരിലേക്കാണ് കൊണ്ടുവരുന്നത്. ഒരു വിധവയായ സ്ത്രീയുടെ അനുഗ്രഹം ചോദിക്കുക എന്ന സന്ദേശവും അതേ കാര്യമാണ് നമ്മോട് പറയുന്നത്. നിന്റെ കണ്ണുകൾ തുറക്കുക. നിനക്ക് ചുറ്റും നടക്കുന്ന നിശബ്ദമായ ത്യാഗങ്ങളെ കാണുക. ആരും കൈയടിക്കാത്ത ജീവിതങ്ങളെ കാണുക. ആരും പ്രശംസിക്കാത്ത അമ്മമാരെ കാണുക. ഒറ്റയ്ക്ക് കുടുംബം നോക്കുന്ന സ്ത്രീകളെ കാണുക. ഭർത്താവിനെ നഷ്ടപ്പെട്ടിട്ടും മക്കൾക്കായി ശക്തിയായി നിൽക്കുന്ന അമ്മമാരെ കാണുക. വാർദ്ധക്യത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ കാണുക. അവരുടെ ജീവിതത്തെ ചെറുതായി കാണരുത്. അവരിൽ നിന്ന് പഠിക്കുക. കാരണം അവർ ജീവിതത്തെ പുസ്തകത്തിൽ നിന്ന് പഠിച്ചിട്ടില്ല. അവർ ജീവിതത്തെ അനുഭവിച്ചാണ് പഠിച്ചത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യമുണ്ടാകാം, എന്റെ ചുറ്റും അത്തരമൊരു സ്ത്രീ ഇല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും? അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു കാര്യം ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുള്ള ആളുകളെ ഓർക്കുക. നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ മുത്തശ്ശി, നിങ്ങളുടെ അധ്യാപിക, നിങ്ങളെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഉയർത്തിയ ഒരാൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിശബ്ദമായി പ്രാർത്ഥിച്ച ഒരാൾ. അവരെ ഓർക്കുക. അവരുടെ മുഖം മനസ്സിൽ കൊണ്ടുവരിക. കണ്ണുകൾ അടയ്ക്കുക. ശാന്തമായിരിക്കുക. പിന്നെ മനസ്സിൽ പറയുക, എന്റെ ജീവിതത്തിൽ നല്ലതാഗ്രഹിച്ച എല്ലാവരുടെയും അനുഗ്രഹം ഞാൻ ആദരിക്കുന്നു. അവർ നൽകിയ സ്നേഹത്തിന് ഞാൻ നന്ദിയുള്ളവനാണ്. ഞാൻ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരട്ടെ. ഇതൊരു അത്ഭുത മന്ത്രമല്ല. ഇത് നിങ്ങളുടെ മനസ്സിനെ മാറ്റുന്ന ഒരു ആത്മീയ അഭ്യാസമാണ്. കാരണം നന്ദി മനസ്സിനെ ദാരിദ്ര്യബോധത്തിൽ നിന്ന് സമൃദ്ധിബോധത്തിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഇല്ലാത്തത് എന്നതിലാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത്. പണമില്ല, ജോലിയില്ല, അവസരമില്ല, സ്നേഹമില്ല, സഹായമില്ല. പക്ഷേ ഒരു നിമിഷം നിൽക്കൂ. നിനക്കുള്ളതെന്താണ്? ശ്വാസമുണ്ട്, ജീവനുണ്ട്, ചിന്തിക്കാൻ കഴിവുണ്ട്, പഠിക്കാൻ കഴിവുണ്ട്, മാറ്റം വരുത്താൻ അവസരമുണ്ട്. ഒരാളെ സ്നേഹിക്കാൻ കഴിയും, ഒരാൾക്ക് സഹായം ചെയ്യാൻ കഴിയും. ഇവയെല്ലാം സമ്പത്താണ്. ഈ തിരിച്ചറിവ് വന്നാൽ ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും. അപ്പോൾ നിങ്ങൾ പണത്തെ മാത്രം പിന്തുടരുകയില്ല. പണത്തിന് അർത്ഥം നൽകുന്ന ജീവിതത്തെ നിങ്ങൾ തേടും. ഇതാണ് യഥാർത്ഥ സമൃദ്ധി. ഒരു മനുഷ്യന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതം മാറ്റുമോ? ഒരുപക്ഷെ അതിന് ശാസ്ത്രീയമായി അളക്കാവുന്ന ഒരു പ്രത്യേക ശക്തിയുണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പക്ഷേ ഒരു ആത്മാർത്ഥമായ അനുഗ്രഹം മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുന്ന സ്വാധീനം നിസ്സാരമല്ല. ഒരു നല്ല വാക്കൊരാളെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാം. ഒരു പ്രാർത്ഥന ഒരാൾക്ക് പ്രതീക്ഷ നൽകാം.
ഒരു കരുണയുള്ള സമീപനം ഒരാളുടെ ജീവിതത്തിൽ പുതിയ ധൈര്യം സൃഷ്ടിക്കാം. അതുകൊണ്ടുതന്നെ അനുഗ്രഹത്തിന്റെ യഥാർത്ഥ ശക്തി അത്ഭുതത്തിൽ മാത്രമല്ല, അത് മനുഷ്യഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന മാറ്റത്തിലാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കൂ. പണം വരുന്നു, പക്ഷേ നിലനിൽക്കുന്നില്ല. ജോലി ചെയ്യുന്നു, പക്ഷേ പുരോഗതി തോന്നുന്നില്ല. വീട്ടിൽ സമാധാനമില്ല. ബന്ധങ്ങളിൽ നിരാശയാണ്. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ജീവിതം മുന്നോട്ടു പോകുന്നില്ലെന്ന് തോന്നുന്നു. ഇത്തരം സമയങ്ങളിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനു മുമ്പ് ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കുക. നിങ്ങളുടെ പെരുമാറ്റത്തിലേക്ക് നോക്കുക. നിങ്ങളുടെ ശീലങ്ങളിലേക്ക് നോക്കുക. നിങ്ങൾ പണത്തെ എങ്ങനെ കാണുന്നു? മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു? നന്ദി പറയാറുണ്ടോ? നിങ്ങൾക്ക് ലഭിച്ച സഹായങ്ങൾ ഓർക്കാറുണ്ടോ? മറ്റൊരാളുടെ വേദന കണ്ടാൽ തിരിഞ്ഞു നിൽക്കാറുണ്ടോ? ഇവയ്ക്കുള്ള ഉത്തരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശയെക്കുറിച്ച് പലതും പറയാം. ഒരു അനുഗ്രഹം തേടുന്നതിനു മുമ്പ് നിങ്ങൾ മറ്റൊരാൾക്ക് അനുഗ്രഹമാകാൻ ശ്രമിക്കുക. ഒരു വിശക്കുന്ന മനുഷ്യന് ഭക്ഷണം നൽകുക. ഒറ്റപ്പെട്ട ഒരാളോട് സംസാരിക്കുക. ഒരു വയോധികനെ സഹായിക്കുക. ഒരു വിധവയായ സ്ത്രീക്ക് അവളുടെ ആവശ്യത്തിനനുസരിച്ച് സഹായം നൽകുക. അവൾക്ക് സാമ്പത്തിക സഹായം ആവശ്യമുണ്ടെങ്കിൽ കഴിയുന്നത്ര ചെയ്യുക. പക്ഷേ അതിലും പ്രധാനമായി അവളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുക. അവൾക്ക് കരുണ മാത്രം വേണ്ട, അവൾക്ക് ബഹുമാനമാണ് വേണ്ടത്. ഇതാണ് പലരും മറക്കുന്ന കാര്യം. സഹായിക്കുന്നവൻ ഉയർന്നവനും സഹായം സ്വീകരിക്കുന്നവൻ താഴ്ന്നവനുമല്ല. ഇന്ന് നിങ്ങൾക്ക് സഹായിക്കാം, നാളെ നിങ്ങൾക്ക് സഹായം ആവശ്യമാകാം. ജീവിതം അങ്ങനെയാണ്. അതുകൊണ്ട് വിനയത്തോടെ ജീവിക്കുക. നിങ്ങളൊരിക്കൽ ഒരു വിധവയായ സ്ത്രീയുടെ അനുഗ്രഹം വാങ്ങുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുക. നിങ്ങൾ അവളോട് പറയുന്നത് ഇതാണ്: നിങ്ങളുടെ ജീവിതം എനിക്ക് വിലപ്പെട്ടതാണ്. നിങ്ങൾ അനുഭവിച്ച വേദന ഞാൻ ചെറുതായി കാണുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹം ഞാൻ ആദരിക്കുന്നു. ഇത്തരമൊരു സമീപനം നിങ്ങളുടെ സ്വന്തം ഹൃദയത്തെ തന്നെ ശുദ്ധീകരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അടുത്ത ദിവസം മാറില്ല, പക്ഷേ നിങ്ങളുടെ മനസ്സ് മാറും. മനസ്സ് മാറുമ്പോൾ തീരുമാനങ്ങൾ മാറും. തീരുമാനങ്ങൾ മാറുമ്പോൾ പ്രവൃത്തികൾ മാറും. പ്രവൃത്തികൾ മാറുമ്പോൾ ജീവിതത്തിന്റെ ഫലങ്ങളും മാറിത്തുടങ്ങും. അതാണ് യഥാർത്ഥ മാറ്റത്തിന്റെ വഴി. അതിനാൽ ഇന്നത്തെ സന്ദേശത്തിൽ നിന്ന് നിങ്ങൾ ഓർക്കേണ്ട ഒരു വാക്ക് മാത്രമുണ്ട്. അത് അനുഗ്രഹം എന്ന വാക്കാണ്. പക്ഷേ മറ്റൊരാളിൽ നിന്ന് അനുഗ്രഹം വാങ്ങുന്നതിനു മുമ്പ് നിങ്ങൾ തന്നെ ഒരാളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുക. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവരോട് സംസാരിക്കുക. നിങ്ങളുടെ അയൽവാസിയിൽ ആരെങ്കിലും സഹായം ആവശ്യമുള്ളവരാണെങ്കിൽ സഹായിക്കുക. നിങ്ങളുടെ ചുറ്റുപാടിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയുണ്ടെങ്കിൽ അവളെ സമൂഹത്തിന്റെ ഒരു നിഴലായി കാണരുത്. അവളെ ഒരു മനുഷ്യയായി കാണുക. അവളുടെ വേദനയെ ബഹുമാനിക്കുക. അവളുടെ ശക്തിയെ അംഗീകരിക്കുക. അവളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുക. അവൾക്ക് അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അവളോട് സ്നേഹത്തോടെ പറയുക: അമ്മേ, നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് വേണം. അവൾ കൈ ഉയർത്തി അനുഗ്രഹിച്ചാൽ അത് സ്വീകരിക്കുക. അവൾ ഒന്നും പറയാതെ പുഞ്ചിരിച്ചാൽ അതും സ്വീകരിക്കുക. അവൾക്ക് വാക്കുകൾ വരാതെ കണ്ണുനീർ വന്നാൽ ആ നിമിഷത്തെ ബഹുമാനിക്കുക. കാരണം ചിലപ്പോൾ മനുഷ്യന്റെ ഏറ്റവും ആഴമുള്ള പ്രാർത്ഥന വാക്കുകളില്ലാതെയാണ് പുറത്തുവരുന്നത്. ഒടുവിൽ ജീവിതത്തിന്റെ യഥാർത്ഥ സമ്പത്ത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും. നമ്മുടെ കയ്യിൽ എത്ര പണമുണ്ട് എന്നതല്ല, നമ്മുടെ ഹൃദയത്തിൽ എത്ര കരുണയുണ്ട് എന്നതാണ്. നമ്മുടെ വീട്ടിന്റെ വലുപ്പമല്ല, നമ്മുടെ ഹൃദയത്തിന്റെ വലുപ്പമാണ്. എത്ര പേർ നമ്മളെ അറിയുന്നു എന്നതല്ല, നമ്മുടെ സാന്നിധ്യം കൊണ്ട് എത്ര പേരുടെ ജീവിതത്തിൽ ഒരു ചെറിയ വെളിച്ചം തെളിഞ്ഞു എന്നതാണ്. അതിനാൽ ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്നേഹിച്ച ഒരു സ്ത്രീയെ ഓർക്കൂ. നിങ്ങളുടെ അമ്മയായിരിക്കാം, മുത്തശ്ശിയായിരിക്കാം, ഭർത്താവിനെ നഷ്ടപ്പെട്ടിട്ടും കുടുംബത്തിനായി ജീവിച്ച ഒരാളായിരിക്കാം. നിങ്ങളെ ഒരിക്കൽ അനുഗ്രഹിച്ച ഒരു വയോധികയായിരിക്കാം. അവളുടെ മുഖം മനസ്സിൽ കാണൂ. അവളുടെ കൈകൾ ഓർക്കൂ. അവളുടെ ശബ്ദം ഓർക്കൂ. അവൾ നിങ്ങൾക്കായി ആഗ്രഹിച്ച നന്മയോർക്കൂ. പിന്നെ മനസ്സിൽ പറയൂ: നിങ്ങൾ നൽകിയ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ വേദനകൾക്ക് ഞാൻ ആദരവ് നൽകുന്നു. നിങ്ങളുടെ അനുഗ്രഹം എന്റെ ജീവിതത്തിൽ നന്മയായി മാറട്ടെ. എനിക്ക് ലഭിക്കുന്ന നന്മ മറ്റുള്ളവരിലേക്കും പകരാൻ കഴിയട്ടെ. ഇതാണ് ഈ സന്ദേശത്തിന്റെ യഥാർത്ഥ രഹസ്യം. ഒരു വിധവയായ സ്ത്രീയെ സമീപിച്ച് സമ്പത്ത് ചോദിക്കേണ്ട, ഭാഗ്യം ചോദിക്കേണ്ട, അദ്ഭുതം ചോദിക്കേണ്ട. അവളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സ്നേഹപൂർവമായ അനുഗ്രഹം മാത്രം സ്വീകരിക്കുക. പിന്നെ ആ അനുഗ്രഹത്തിന് യോജിച്ച ജീവിതം നയിക്കുക. സത്യസന്ധമായി ജോലി ചെയ്യുക. പണം ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യുക. മറ്റുള്ളവരെ ബഹുമാനിക്കുക.
ആവശ്യക്കാരെ സഹായിക്കുക, നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുക, നന്ദിയോടെ ജീവിക്കുക, പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, സമ്പത്ത് പുറത്തുനിന്ന് മാത്രം വരുന്ന ഒന്നല്ല. സമ്പത്ത് ആദ്യം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നു. ഒരു കരുണയുള്ള ഹൃദയം സമ്പന്നമാണ്. ഒരു നന്ദിയുള്ള മനസ്സ് സമ്പന്നമാണ്. ഒരു സമാധാനമുള്ള ആത്മാവ് സമ്പന്നമാണ്. മറ്റൊരാളുടെ കണ്ണുനീർ തുടയ്ക്കാൻ കഴിയുന്ന കൈകൾ സമ്പന്നമാണ്. മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാൻ കഴിയുന്ന ഹൃദയം സമ്പന്നമാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഒരു വിധവയായ സ്ത്രീയെ കണ്ടപ്പോൾ അവളുടെ നഷ്ടം മാത്രം കാണരുത്. അവളുടെ ശക്തിയും കാണുക. അവളുടെ കണ്ണുനീർ മാത്രം കാണരുത്. അവൾ അതിനുശേഷവും മുന്നോട്ട് നടന്ന വഴിയും കാണുക. അവളുടെ ഏകാന്തത മാത്രം കാണരുത്. അവൾ ലോകത്തിന് നൽകിയ സ്നേഹവും കാണുക. അവളെ കരുണയുടെ പേരിൽ താഴ്ത്തരുത്, ബഹുമാനത്തോടെ ഉയർത്തുക. ഒരുപക്ഷെ നിങ്ങൾ അവളുടെ അനുഗ്രഹം തേടാൻ പോയ ദിവസം നിങ്ങൾ കരുതിയത് നിങ്ങളുടെ ജീവിതം മാറ്റാനാണ് പോകുന്നതെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ മാറുന്നത് നിങ്ങളുടെ മനസ്സായിരിക്കും. നിങ്ങളുടെ മനസ്സ് മാറുമ്പോൾ നിങ്ങളുടെ ലോകം മാറിത്തുടങ്ങും. ഇതാണ് ഇന്നത്തെ സന്ദേശം. നിങ്ങൾക്ക് ഈ വാക്കുകൾ ഹൃദയത്തിൽ തൊട്ടെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ ഒരാളെ ഓർക്കുക. അവർക്കായി ഒരു പ്രാർത്ഥന നടത്തുക. കഴിയുമെങ്കിൽ ഒരു സഹായം ചെയ്യുക. കഴിയുമെങ്കിൽ അവരുടെ അടുത്തിരുന്ന് കുറച്ചുനേരം സംസാരിക്കുക. പിന്നെ സ്നേഹത്തോടെ അവരുടെ അനുഗ്രഹം സ്വീകരിക്കുക. കാരണം ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ തേടുന്ന വലിയ വാതിലുകൾ തുറക്കുന്നത് വലിയ ശക്തികളല്ല, ഒരു ചെറിയ പ്രാർത്ഥനയായിരിക്കാം, ഒരു സത്യസന്ധമായ കണ്ണുനീരായിരിക്കാം, ഒരു അമ്മയുടെ കൈയായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടിട്ടും മറ്റൊരാൾക്ക് നന്മ മാത്രം ആശംസിക്കാൻ പഠിച്ച ഒരു സ്ത്രീയുടെ നിശബ്ദമായ അനുഗ്രഹമായിരിക്കാം. അതുകൊണ്ട് ഓർക്കുക, ആരെയും അവരുടെ നഷ്ടത്തിന്റെ പേരിൽ വിലയിരുത്തരുത്. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന തന്നെയായിരിക്കാം അവരുടെ ഏറ്റവും വലിയ ജ്ഞാനത്തിന്റെ ഉറവിടം. നിങ്ങൾ അനുഗ്രഹം തേടുമ്പോൾ ആദ്യം നിങ്ങൾ അനുഗ്രഹമായി മാറുക. നിങ്ങൾ സമൃദ്ധി ആഗ്രഹിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ സമൃദ്ധി വളർത്തുക. നിങ്ങൾ സ്നേഹം ആഗ്രഹിക്കുമ്പോൾ ആദ്യം സ്നേഹം നൽകുക. നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുമ്പോൾ മറ്റൊരാളുടെ മനസ്സിന് സമാധാനം നൽകുക. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും, നമ്മൾ ജീവിതം മുഴുവൻ തേടിയിരുന്നത് പുറത്തൊന്നുമല്ലായിരുന്നു, അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരാളുടെ അനുഗ്രഹം അതിനെ ഉണർത്തിയ ഒരു നിമിഷം മാത്രമായിരുന്നു. വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ സന്ദേശം നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്. ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മാത്രം മറക്കരുത്. ജീവിതത്തിൽ ഒരിക്കൽ നിങ്ങളെ ആത്മാർത്ഥമായി അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയുടെ മുന്നിൽ നിൽക്കേണ്ടി വന്നാൽ നിങ്ങളുടെ അഭിമാനം മാറ്റിവെച്ച് വിനയത്തോടെ പറയൂ, അമ്മേ, എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം വേണം. ആ വാക്കുകൾ പറയുമ്പോൾ പണം മാത്രം പ്രതീക്ഷിക്കരുത്. ഒരു നല്ല മനസ്സ് പ്രതീക്ഷിക്കുക, ഒരു നല്ല വഴി പ്രതീക്ഷിക്കുക, ഒരു നല്ല തീരുമാനമെടുക്കാനുള്ള ധൈര്യം പ്രതീക്ഷിക്കുക, ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ കാണാനുള്ള കണ്ണുകൾ പ്രതീക്ഷിക്കുക. അവളുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നന്മയായി മാറട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നന്മ മറ്റൊരാളുടെ ജീവിതത്തിലും വെളിച്ചമാകട്ടെ. അതാണ് യഥാർത്ഥ സമൃദ്ധി. അതാണ് യഥാർത്ഥ ആത്മീയത. അതാണ് ഒരു അനുഗ്രഹത്തിന്റെ ഏറ്റവും മനോഹരമായ രൂപം.